ആപ്കി അദാലത്തിൽ JKLFന്റെ ചെയർമാൻ യാസിൻ മലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സമാധാനത്തിന്റെ ശത്രുവാണ് എന്നുള്ളതാണ്. യാസിൻ സർ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്ററായ സമയത്ത് അദ്ദേഹം നവാബ് ഷെറീഫിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം ഒരു പീസ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ നരേന്ദ്രമോദി സ്റ്റാർട്ട് ചെയ്ത പീസ് പ്രോസസ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഞങ്ങളൊരിക്കലും പീസ് പ്രോസസ്സ് സ്പോയിൽ ചെയ്തിട്ടില്ല. ഞങ്ങളത് സ്ട്രോങ് ആക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. പീസ് പ്രോസസ്സിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, പാകിസ്ഥാനിൽ നിന്ന് എത്ര പേര്, അതായത് ആരൊക്കെ വന്നാലും, പ്രസിഡന്റായാലും പ്രൈം മിനിസ്റ്റർ ആയാലും ഫോറിൻ മിനിസ്റ്റർ ആയാലും ഫോറിൻ സെക്രട്ടറി ആയാലും അവരെല്ലാവരും തന്നെ കാശ്മീരിലെ ജനങ്ങളെ കണ്ട് അവരോട് സംസാരിച്ചു. ഇന്ത്യ അതിനെ ഫെസിലിറ്റേറ്റഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ മാറിപ്പോയില്ലേ? നവാബ് ഷെറീഫ് താങ്കളുടെ അടുത്ത് വന്ന് സംസാരിച്ചില്ലേ? അദ്ദേഹം ആ പ്രാവശ്യം സെപ്പറേറ്റേഴ്സിനെ വിളിച്ചില്ലേ? നോക്കൂ, സത്യമെന്നത് ഇപ്പോഴും മാറിയിട്ടില്ല. പോളിസിയാണ് മാറിയത്. നിസാമിന് പകരം പുതിയ ക്യാപ്റ്റൻ വന്നു. ഞാൻ സമ്മതിക്കുന്നു, BJPയുടെ ടീമാണ് ഉണ്ടായിരുന്നത്. പ്ലേയേഴ്സും അവരായിരുന്നു. അവര് കാശ്മീരിൽ വന്ന ജനങ്ങളോട് സംസാരിച്ചു. അവര് പാകിസ്ഥാനികളോടും സംസാരിച്ചു. പിന്നെ കാശ്മീരിനെ കുറിച്ച് ഓപ്പണായിട്ട് ചർച്ച ചെയ്തു. പക്ഷേ ഇന്ന് ഈ ടീമിന്റെ ക്യാപ്റ്റൻ മാറിയിരിക്കുന്നു. ആ ടീമിന്റെ ക്യാപ്റ്റൻ വാജിയ മോക്കഫാണ്. ഞാൻ കാശ്മീരിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ രീതികൾ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി. പിന്നെ ചർച്ചകൾക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ ആരോടും കാശ്മീരിനെ കുറിച്ച് സംസാരിക്കരുതെന്ന്. പ്രൈം മിനിസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, കാശ്മീരിനെ കുറിച്ച് പാകിസ്ഥാനോട് സംസാരിക്കാം, പക്ഷേ ഇതിൽ താങ്കളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു റോളും ഇല്ലെന്നാണ് പറയുന്നത്. നോക്കൂ, അതുതന്നെയാണ് ഞാനും പറയുന്നത്. വേണമെങ്കിൽ അത് ഇങ്ങനെയും പറയാം. ഇതിനു മുമ്പ് 7 പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അവർ റോങ് ആയ പ്രസിഡന്റിനെയാണ് തിരഞ്ഞെടുത്തത്. അവരുടെ തീരുമാനം തെറ്റായിരുന്നു. നരേന്ദ്രമോദി ഇക്കാര്യം പറയാൻ ഒരുക്കമാണോ? എനിക്ക് മുൻപുണ്ടായിരുന്ന 7 പ്രൈം മിനിസ്റ്റേഴ്സ്, അതായത് കഴിഞ്ഞ 26 വർഷത്തിനിടയ്ക്ക് അവരെടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു. ഞങ്ങളെടുത്ത തീരുമാനമാണ് ശരിയെന്ന് പറയുന്നു. നരേന്ദ്രമോദി സാർ പാകിസ്ഥാനോട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സൈഡിൽ യാസിൻ മാലിക്കിനോട് സംസാരിക്കുന്നു, മറ്റൊരു സൈഡിൽ ഞങ്ങളോട് സംസാരിക്കുന്നു. ഇനി ഇത് വർക്കൗട്ട് ആകില്ല, കാലം മാറിപ്പോയെന്ന്. അദ്ദേഹത്തിന്റെ സമയമാണ് മാറിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെയാണ് ഉള്ളത്. അദ്ദേഹം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കാശ്മീരിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. താങ്കൾക്ക് അത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ബലൂചിസ്ഥാനിൽ സെപ്പറേറ്റേഴ്സിനെ കുറിച്ച് ആരാണോ സംസാരിക്കുന്നത്? ബലൂചിസ്ഥാനിലുള്ള തീവ്രവാദികളോട് ഇന്ത്യൻ ഹൈക്കമ്മീഷനിലുള്ള വ്യക്തികൾ പാകിസ്ഥാനിൽ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ശരിയാണ്. നോക്കൂ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഓരോ സംസ്ഥാനവും ഓരോ രീതിയിലാണ്. അതിനെക്കുറിച്ച് ഞങ്ങളൊന്നും വിമർശിച്ചിട്ടില്ല. അതുപോലെ പാകിസ്ഥാനിലും സംസ്ഥാനങ്ങളുണ്ട്. പിന്നെ കാശ്മീർ വിഷയം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ആരാണ് കൊണ്ടുപോയത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. അത് ഇന്റർനാഷണലൈസ് ആക്കിയത് ആരാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഓഫീസ്, അതായത് ശ്രീനഗർ, അത് ആ കാശ്മീരിലാണ് ഉള്ളത്. അത് ആരാണ് കൊണ്ടുവന്നത്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഇത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുപോയത്. അന്ന് ഭരണത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതിനുശേഷം അവിടെ റെസൊല്യൂഷൻ പോലും പാസ്സാക്കി. സാർ, ജവഹർലാൽ നെഹ്റു അല്ല ഇപ്പൊ പ്രധാനമന്ത്രി, നരേന്ദ്രമോദിയാണ് ഇപ്പൊ പ്രധാനമന്ത്രി. നോക്കൂ, നരേന്ദ്രമോദിജിയാണ് പ്രധാനമന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹത്തെ ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ നരേന്ദ്രമോദിജിയുടെ തീരുമാനം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഹാർഡ് ലൈൻ എടുത്തു തന്നെ ആകണം. അതായത് ഞങ്ങൾ കാശ്മീരിലെ ജനങ്ങൾ ഹാർഡ് ലൈന് തയ്യാറായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങൾ ഇതുമായി ഹാർഡ് ലൈൻ ഒന്നും അദ്ദേഹം എഴുതിയില്ല. പക്ഷെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, പാകിസ്ഥാനിൽ ലവ് ലെറ്റർ എഴുതാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, 2003 ഞാൻ ജോയിന്റ് ലവ് ലെറ്റർ എഴുതി. പാകിസ്ഥാന്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്സ് കൂടാതെ അടൽ ബിഹാരി വാജ്പേയി. ഇത് ആദ്യത്തെ ലവ് ലെറ്ററാണ്. അതിനുശേഷം അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹം എഴുതിയത്, വൈ ഷുഡ് ഇഗ്നോർ ബീറ്റൻ ട്രാക്ക് and find out the new innovative ways to resolve the Kashmir issue. അദ്ദേഹവും ഇത് തന്നെയാണ് പറഞ്ഞത്. താങ്കൾ ഒരു പ്രാവശ്യം ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സംസാരിക്കുന്നു, പിന്നെ വാജ്പേയിയെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ ഇവിടെ സ്ട്രോങ് ആയിട്ട് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. ഞാൻ പറയുന്നത് ഇതാണ്. ഞാനും ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നെഹ്റുവുമില്ല, അടൽ ബിഹാരി വാജ്പേയിയും ഇല്ല. ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദിജിയാണുള്ളത്. നരേന്ദ്രമോദിജി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഹാർഡ് ലൈൻ എടുക്കണമെന്നാണ്. കാശ്മീരിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം,
മിലിറ്ററി പവർ ഉപയോഗിച്ച് ലോകത്തൊരു സംഘടനയെയും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങോട്ടത് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കും ഇതൊരു പരീക്ഷണമാണ്. പിന്നെ മോദിജി ഇവിടെ വരികയാണെങ്കിൽ ഇൻഷാള്ള ഞാനും ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കും ഈ പരീക്ഷയിൽ വിജയിക്കണം. അദ്ദേഹം പാകിസ്ഥാൻ ഗവൺമെന്റിനോട് പറഞ്ഞു കഴിഞ്ഞു, അൽഗാവാദികളോടൊപ്പം വാക്ക്, ഇന്ത്യൻ ഗവൺമെന്റിനോടൊപ്പം ടോക്ക്. ഇത് രണ്ടും പറ്റില്ലെന്ന്. ഒന്നുകിൽ ഞങ്ങളോട് സംസാരിക്കുക, അല്ലെങ്കിൽ യാസിൻ മാലിക്കിനോട് സംസാരിക്കുക. നരേന്ദ്രമോദിജിക്ക് ഒരു മെസ്സേജ് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഞങ്ങളെ ദ്രോഹിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, इधर आ सितमगर तू हुनर आजमा, मैं तुम तीर आजमाओ मैं जिगर आजमाऊं. ഈ ഇന്ത്യക്ക്, ഞങ്ങൾ ഒരിക്കലും ഇന്ത്യക്ക് തിന്മ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഇന്ത്യയിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ നഗരങ്ങൾ ഞങ്ങളുടെ മൂവ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും ഇന്ത്യയുടെ നാശം ആഗ്രഹിക്കില്ല. പക്ഷേ നരേന്ദ്രമോദിജിയോട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഏത് രീതിയിലുള്ള അറ്റ്മോസ്ഫിയറാണ് രൂപപ്പെടുന്നതെന്ന് വെച്ചാൽ അതിനെ ഫൈസാമാദ് ഫേസ് എന്ന് പറയും. 2 വരിയിൽ ഒരു കവിതയുണ്ട്. निसार तेरी गलियों पे वतन के जहां चली है रस्म की कोई सर उठा के न चले, जो कोई चाहने वाला तेरे तवाफ को निकले, नजर चुरा के चले, जिस्म व जान बचा के चले. എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിജി അദ്ദേഹം ഇതുപോലൊരു സാഹചര്യമാണ് രൂപപ്പെടുത്തുന്നതെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയും. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഹാർഡ് ലൈൻ ഉപയോഗിച്ച് ഒരു സംഘടനയും നശിപ്പിക്കാൻ കഴിയില്ല.